നിങ്ങൾ ചെമ്മീൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കിഡിലും ടേസ്റ്റാ, എന്നാൽ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും. ഞാനതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ എടുത്താൽ മതി കേട്ടോ, ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇനി ഇതാ കുറച്ച് ചെമ്മീനിലേക്ക് കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇത് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്, സെല്ല ബസ്മതി റൈസ്. ഇനി സെയിം ഓയിലിലേക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ വൈറ്റ് പാർട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ആ ഒരു മസാലയിൽ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ചെമ്മീൻ ഫ്രൈ ചെയ്തതിൽ തന്നെ അപ്പോൾ ഇതാ ആ ഒരു മസാലയ്ക്ക് സവാളയിലേക്ക് ഇറങ്ങി വരും. ഇനി നമ്മൾ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി കുറച്ച് സോയാ സോസ് അതുപോലെ തന്നെ കുറച്ച് ചില്ലി സോസ് കയ്യിലുണ്ടെങ്കിൽ കേട്ടോ, ഗ്രീൻ ചില്ലി സോസ് ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, ആ ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു ഹാഫ് ടീസ്പൂണെല്ലാം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും കേട്ടോ നമ്മൾ ഫ്രൈഡ് റൈസിന്. പിന്നെ സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത്, മല്ലിയില ഇതെല്ലാം നല്ല അത്യാവശ്യം നല്ല കൂടുതലായിട്ട് തന്നെ ചേർത്ത് കൊടുത്തോ. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കൊടുക്കുക കേട്ടോ. ഇനി ഫ്ലെയിം ഹൈയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്രോൺസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രോൺസ് ചില്ലി ഗ്രേവിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ. ഇനി ചെമ്മീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ഥാനത്ത് ചിക്കൻ വെച്ചിട്ടും ട്രൈ ആക്കാവുന്നതാണ്. പക്ഷേ അറിയാലോ, ചെമ്മീൻ്റെ ഫ്ലേവർ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ആ റൈസിലേക്ക് നല്ല ഫ്ലേവർ ഉണ്ടാവും, ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചിക്കനൊക്കെ ചെയ്യുന്ന പോലെയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായാലും മറക്കരുത് കേട്ടോ.